ഏതൊരു ഫിനാൻസ് എക്സ്പേർട്ടിൻ്റെ അടുത്ത് ചോദിച്ചാലും അവരാദ്യം പറയുന്നൊരു കാര്യമാണ് ഒരു കാർ അല്ലെങ്കിൽ ഒരു ഓട്ടോമൊബൈൽ ഒരു ഡിപ്രീഷിയേറ്റിംഗ് അസറ്റാണ്. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇസ് വൺ ഓഫ് ദ വെരി ഫ്യൂ ഓർ മേ ബി ദി ഓൺലി എപ്രീഷിയേറ്റിംഗ് കാർ ഇൻ ഇന്ത്യ, ദാറ്റ് ഈസ് ദ Volkswagen GTI. വെൽക്കം ടു JD's Garage. GTI എന്ന ലെജൻഡറി ബ്രാൻഡ് നെയിം Volkswagen ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇസ് ഇൻ ദി എൻഡ് ഓഫ് 2016 സ്കോഡ അവരുടെ ഒക്ടേവിയ VRS ഇറക്കുന്നുണ്ട്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ Volkswagen ഗ്രൂപ്പിൻ്റെ വേറൊരു ഹോൾമാർക്ക് ബ്രാൻഡായ GTI കൂടെ അവർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. GTI പോലത്തെ ഒരു ലെജൻഡറി നെയിം ഇന്ത്യയിലോട്ട് വരുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും ദാറ്റ് ഓക്കെ രണ്ട് കൈ നീട്ടി ഇന്ത്യൻ മാർക്കറ്റ് ഈ വണ്ടിയെ സ്വീകരിച്ചു എന്നുള്ളത്. എന്നാൽ 2016 അവസാനം ഈ വണ്ടി ഇറക്കുമ്പോൾ Volkswagen ഒരു ഷോക്കർ പ്രൈസ് 26 lakhs എക്സ് ഷോറൂം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 32-33 ലക്ഷം രൂപ ഓൺ റോഡ് വരുന്ന ഒരു വണ്ടിയായിട്ടാണ് GTI ഇറക്കിയത്. GTI എന്നുള്ള ബ്രാൻഡ് ഇറക്കുമ്പോൾ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് ഷോക്ക്ഡ് ആയിരുന്നു. പക്ഷെ എന്നാൽ പ്രൈസ് കേട്ടപ്പോഴേക്കും ഭയങ്കര അധികം ഷോക്കിലായിപ്പോയി. എന്തായാലും അവിടെ നിന്ന് 2016 മുതൽ ഇപ്പോൾ ഈ ഒരു നീണ്ട 8 വർഷം വന്നപ്പോഴേക്കും GTI എന്നുള്ള ഈ ഒരു വണ്ടിക്ക് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ട്രജക്ടറി ആയിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ. 26 lakhs ഈ വണ്ടി ഇറക്കിയിട്ട് ഒരു മാർച്ച് 2017 ടു ഏപ്രിൽ 2017 വരെ ഹാർഡ്ലി അവർ ഒരു 30 വണ്ടി താഴെയാണ് വിറ്റത്. ഇന്ത്യയിലേക്ക് ഒറിജിനലി ഈ വണ്ടി വന്നപ്പോൾ അവർ പറഞ്ഞത് 99 യൂണിറ്റ്സ് ആണ് ഇന്ത്യയിലേക്ക് വണ്ടി ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. Volkswagen is one of the very few companies that take advantage of the 2500 car rule എന്ന് പറയുമ്പോൾ അവർക്കൊരു ലിമിറ്റഡ് നമ്പർ 2000-2500 ഇമ്പോർട്ടഡ് കാറുകൾ അവർക്ക് കൊണ്ടുവരാൻ പറ്റും. ആൻഡ് അവർക്ക് നേരെയോടെ വിൽക്കാൻ പറ്റും. Volkswagen മാത്രമല്ല എല്ലാ മാനുഫാക്ചറേഴ്സിനും ചെയ്യാൻ പറ്റും. Volkswagen ഗ്രൂപ്പ് മാത്രമേ അത് ആ ഒരു റൂളിന് കുറച്ച് ജസ്റ്റിസ് ചെയ്തിട്ടുള്ളൂ എന്ന് നമുക്ക് പറയാം. എന്തായാലും ഈ വണ്ടി ഇറങ്ങിക്കഴിഞ്ഞ് ഈ 26 ലക്ഷം രൂപ എക്സ് ഷോറൂം പ്രൈസ് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അധികം ആൾക്കാരൊന്നും ഇതിന് മേടിച്ചില്ല. 2016 അവസാനമാണ് ഈ വണ്ടി ഇറങ്ങുന്നതെങ്കിലും 2016 തുടക്കത്തിലുള്ള ഡൽഹി ഓട്ടോ എക്സ്പോയിലാണ് ആദ്യമായിട്ട് നമുക്ക് ഇന്ത്യക്ക് GTI അവർ കാണിച്ചത്. ഓട്ടോ എക്സ്പോയ്ക്ക് കാണിച്ച വണ്ടി എന്ന് പറയുമ്പോൾ ഫൈനൽ സ്പെക്കിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളുണ്ടായിരുന്നു, വിച്ച് വി വിൽ കം ടു ഇൻ എ ബിറ്റ്. 2016 ഈ വണ്ടി ഇറക്കുമ്പോൾ അവർ പറഞ്ഞത് വെറും 99 വണ്ടിയാണ് ഇന്ത്യയിൽ ഇറക്കാൻ പോകുന്നത്. എന്നിട്ട് നമ്പേർഡ് ബാഡ്ജസും കൊടുത്തായിരുന്നു. നമ്മുടെ പാലിയോ S10 വന്ന പോലെ 1 out of 99, 16 out of 99 എന്നൊക്കെ പറഞ്ഞ് ബാഡ്ജ് കൊടുത്തായിരുന്നു. പക്ഷേ അതിൻ്റെ കോമഡി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഡ്ജുകൾ വണ്ടിയിലോട്ട് അറ്റാച്ച്ഡ് ആയിട്ട് ഫാക്ടറിയിൽ നിന്നല്ല വന്നത്, ഡീലറിന് വെറുതെ ബാഡ്ജ് അയച്ചു കൊടുക്കുക ചെയ്തത്. ബാഡ്ജുകൾ കുറേ പേര് പിടിപ്പിച്ചു, കുറേ പേര് പിടിപ്പിച്ചില്ല. അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഓർഡറും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും ആ ഇനീഷ്യൽ ലോഞ്ചിൽ 2016 അവർ പറഞ്ഞത് ഈ 99 കാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലോട്ട് GTI വരുന്നതല്ലായിരിക്കും. ദാറ്റ് ഈസ് ദ ഓൺലി കാസ് ദറ്റ് യു ആർ ഗെറ്റിംഗ്. അങ്ങനെ ആദ്യം മാർക്കറ്റിലൊരു ഫ്രൻസി ഉണ്ടായിരുന്നെങ്കിലും ഈ 33-34 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് കേട്ടതോടെ ഇന്ത്യൻ മാർക്കറ്റ് ഔട്ട്റൈറ്റായിട്ട് ഈ വണ്ടി റിജക്റ്റ് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ Volkswagen വാസ് സിറ്റിംഗ് വിത്ത് അൺസോൾഡ് ഇൻവെൻട്രി എല്ലായിടത്തും. 2017 മിഡ് ആയി കഴിഞ്ഞപ്പോഴേക്കും അവർ ഇതിനൊരു ഓഫർ കൊടുത്തു. ദാറ്റ് ഈസ് 25.99 എക്സ് ഷോറൂം ഉണ്ടായിരുന്ന വണ്ടി ഒരു 5 ലക്ഷം രൂപയോളം കുറച്ചു. അങ്ങനെ 19.99 എക്സ് ഷോറൂമായി വണ്ടിയുടെ പ്രൈസ്. സോ അപ്പോൾ ഓൺ റോഡ് ബിക്കേം അബൌട്ട് 25 lakhs. ആൻഡ് ആ ഒരു സമയത്ത് വണ്ടിയുടെ സെയിൽസ് അത്യാവശ്യം നല്ലോണം പീക്ക് ചെയ്തായിരുന്നു. കുറേ വണ്ടികൾ ആ സമയത്താണ് വിറ്റുപോയത്. ഒരു 10-40 വണ്ടിയോളം ആ സമയത്ത് പിന്നെയും വിറ്റുപോയി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് മനസ്സിലായി ഓക്കെ ഇതുകൊണ്ടും വണ്ടി വിറ്റ് പോവില്ല. അങ്ങനെ ഒരു 2018 ആയി കഴിഞ്ഞപ്പോഴേക്കും ഒരു പ്രൈസ് റിഡക്ഷനും കൂടെ വന്നു. സോ ഇറ്റ് വാസ് ജസ്റ്റ് അണ്ടർ 20 lakhs ഓൺ റോഡ്. ആൻഡ് ദാറ്റ് വാസ് ഇൻസെയിൻ വാല്യൂ ഫോർ മണി. ആൾക്കാർ ഈ ഒരു പ്രൈസും ഈ ഒരു ഡീറ്റെയിലും കേട്ടതോടെ ഇതുവരെ ഈ വണ്ടിക്ക് കാണാത്തൊരു ഫ്രൻസി ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടു. എല്ലാവരും ഓടിപ്പോയി വാങ്ങിച്ചു. ആദ്യമൊക്കെ ആൾക്കാർ കളറ് എനിക്ക് വേണ്ട കളറ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് വണ്ടി മേടിക്കാണ്ടിരുന്നവരുണ്ട് എന്നെ പോലെ. പക്ഷേ അവസാനം ഈ പ്രൈസ് അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കിട്ടിയത് എന്തായാലും മതിയെന്നും പറഞ്ഞ് ഷോറൂമിലെ ഡെമോ കാറുകളടക്കം എല്ലാ വണ്ടിയും മേടിച്ചുകൊണ്ട് പോയി. അവിടെ തൊട്ട് Volkswagen GTIൻ്റെ ഒരു വെച്ചടി കയറ്റം തന്നെയാണ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് മാർക്കറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ വണ്ടിയെക്കുറിച്ച് പറയാം. വാട്ട് ഈസ് ദിസ് കാർ? വാട്ട് ഈസ് ദ Volkswagen GTI? ഇതിനെ പോളോ GTI എന്നല്ല, ഇതിനെ ജസ്റ്റ് Volkswagen GTI എന്നാണ് ഇതിൻ്റെ ഒഫീഷ്യൽ നോമൻക്ലേച്ചർ ഉണ്ടായിരുന്നത്. സോ ഈ വണ്ടി നമ്മുടെ ഇന്ത്യയിലുള്ള പോളോനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. ആസ് ഇൻ ഇറ്റ് ഈസ് ബേസിക്കലി കോസ്മെറ്റിക്കലി ആൻഡ് എവറിത്തിങ് ദ സെയിം. പക്ഷേ ഇതൊരു ഫുള്ളി ബിൽറ്റ് യൂണിറ്റ് ആണ്, ഒരു CBU ആയിട്ടാണ് വന്നത്. ആൻഡ് ദ കാർ ആക്ച്വലി ഫീൽസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. പക്ഷെ എന്നാൽ ഈ വണ്ടിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് GTI ബ്രാൻഡിനെ കുറിച്ച് പറയണം.
ഒരു മിഡ് 1970s ഫോക്സ് വാഗൻ ഈ GTI എന്നുള്ള ഒരു ബ്രാൻഡ് നെയിം കൊണ്ടുവരുന്നത്. GTI എന്നുള്ള ഈ വേരിയൻറ്റ് ഗോൾഫിലാണ് ആദ്യമായിട്ട് വരുന്നത്. അത്രയും കാലം ഫോക്സ് വാഗൻ എന്ന് പറയുമ്പോൾ ബീറ്റിലും അതേപോലെ ഒരു ഇക്കോണമി മൈൻഡഡ് ആയിട്ടുള്ള കാർസാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഒരു സ്പോർട്ടിംഗ് മെൻറ്റാലിറ്റി, ഒരു ഫൺ ടു ഡ്രൈവ്, ഒരു യൂത്ത്ഫുൾ ആയിട്ടുള്ള കാർ അവർക്ക് വേണമെന്ന് തോന്നിയിട്ടാണ് ഫോക്സ് വാഗൻ 1975 ആയപ്പോഴേക്കും ഗോൾഫിൻ്റെ, അവരുടെ ബീറ്റിലിൻ്റെ ഒരു റീപ്ലേസ്മെൻറ്റായി വന്ന ഗോൾഫിൻ്റെ ഒരു സ്പോർട്ടി വേർഷൻ ഇറക്കി, വിച്ച് ഇസ് കോൾഡ് ദ GTI. സോ അതിനകത്ത് ഡിനോട്ടഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ. ആൻഡ് ഈ GTI എന്ന് പറയുമ്പോൾ അതിൻ്റെ കോർ എസെൻസ് ഇസ് ബേസിക്കലി ടേക്കിംഗ് ദ സ്റ്റാൻഡേർഡ് സ്മോൾ കാർ, എന്നിട്ട് അതിനകത്ത് ആഡിങ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഗോ ഫാസ്റ്റ് ബിറ്റ്സ്. പക്ഷെ ഒരു ഭയങ്കര ട്യൂണർ കാർ ആക്കാണ്ട് ഇറ്റ് ഇസ് സ്റ്റിൽ എ ടിപ്പിക്കൽ ക്ലാസിക് ഫോക്സ് വാഗൻ വെയർ ഇറ്റ്സ് വെരി അണ്ടർസ്റ്റേറ്റഡ്. യു ക്യാൻ യൂസ് ഇറ്റ് ഡെയിലി. നമുക്ക് പീപ്പിൾ ഹു വോണ്ട് ടു ഫ്ലൈ അണ്ടർ ദ റേഡാർ ബട്ട് റിയലി ഫ്ലൈ എന്നുള്ള ആൾക്കാർക്കുള്ള ഒരു വണ്ടിയായിട്ടാണ് GTI എന്നുള്ള ബ്രാൻഡ് തുടങ്ങിയത്. ആൻഡ് സബ്സിക്വൻറ്റ് ജനറേഷൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും GTI മോർ ആൻഡ് മോർ അഗ്രസീവ് ആയെങ്കിലും അതിൻ്റെ കോർ ഒരു ഡെയിലി ഡ്രൈവർ ഈത്തോസ് അതൊരിക്കലും വിട്ടിട്ടില്ല. ആൻഡ് നമുക്ക് ഈ വണ്ടി ഓടിക്കുമ്പോഴും ശരിക്കത് മനസ്സിലാവും. പോളോ അഗെയിൻ എ സ്മോളർ കാർ ദാൻ ദ ഗോൾഫ് GTI, പക്ഷേ ഇറ്റ് ഹെൽഡ് ഓൺ ടു എവറി സിംഗിൾ ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് മെയ്ഡ് എ ഫോക്സ് വാഗൻ GTI യുണീക്ക്. നമുക്ക് ഈ വണ്ടി ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് യു ഹാഡ് ദ 1.2 ലിറ്റർ പോളോസ്, 1.5 ഉണ്ടായിരുന്നു, 1.6 ഡീസൽ വന്നിട്ടുണ്ട്, 1.6 പെട്രോളും ആദ്യം വന്നിട്ടുണ്ട്. വെൽ ദ 1.6 പെട്രോൾ ഡിസ്പ്ലേസ്മെൻറ്റ് വൈസ് ഭയങ്കര ഒരു വലിയ എഞ്ചിനാണെങ്കിലും പെർഫോമൻസ് വാസ് നോട്ട് ദാറ്റ് എക്സ്പ്ലോസീവ്. അതൊരു ഫാസ്റ്റ് കാർ ആയിരുന്നു, പക്ഷെ അങ്ങനെ അവർ ഇതിനൊരു അഗ്രസീവ് ട്യൂൺ ചെയ്തിട്ടില്ല. മോർ എന്താ പറയുക, നമുക്കൊരു ആഡിക്വേറ്റ് കാർ ആയിരുന്നു. ആ സമയത്തുണ്ടായിരുന്ന 1.2 പെട്രോൾ വെച്ച് നോക്കുമ്പോൾ ദ 1.6 പെട്രോൾ വാസ് എ നൈസ് കംഫർട്ടബിൾ ആഡിക്വേറ്റ് കാർ. പക്ഷേ എന്നാൽ GTI വന്നപ്പോഴാണ് ശരിക്കും ഫോക്സ് വാഗൻ ഒരു എക്സ്പ്ലോസീവ് വണ്ടി തന്നെ മാർക്കറ്റിലേക്ക് ഇറക്കിയത്. സോ വാട്ട് മേക്സ് ദ GTI സ്പെഷ്യൽ? ഈ വണ്ടി നോക്കുകയാണെങ്കിൽ ഓൺ ഫസ്റ്റ് ലുക്ക് നമുക്ക് പലപ്പോഴും ഇത് സാധാരണ ഒരു പോളോ ആയിട്ട് പലവർക്കും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയിൽ ഒരു കോസ്മെറ്റിക് ബിറ്റ്സ് എന്ന് പറയാനായിട്ട് നമുക്ക് വന്നത് LED ലൈറ്റ്സും അത് വിത്ത് റെഡ് മാർക്കിങ്സ് ഇൻസൈഡ്, ഹണി കോം ഗ്രില്ല്, മോർ അഗ്രസീവ് ഫ്രണ്ട് ഗ്രിൽ, മോർ അഗ്രസീവ് ഫ്രണ്ട് ബമ്പേഴ്സ്, മോർ അഗ്രസീവ് റിയർ ബമ്പേഴ്സ്, സൈഡ് സ്കേർട്ട്സ്, ഇങ്ങനെ കുറേ സാധനങ്ങളാണ് ഇതിനകത്ത് എക്സ്റ്റേണൽ ഡിഫറൻസസ് ആയിട്ട് മെയിനായിട്ട് നമുക്ക് വരുന്നത്. ആ സമയത്തുള്ള 2016 പോളോ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര അഗ്രസീവും ഭയങ്കര ഡിഫറൻറ്റും ആയിരുന്നു. പക്ഷേ 2020 ആയി കഴിഞ്ഞപ്പോഴേക്ക് സാധാരണ പോളോയ്ക്ക് എല്ലാം ഫോക്സ് വാഗൻ ഈ ഒരു ലുക്കാണ് കൊടുത്തത്. അതുവരെ ആൾക്കാർ GTI ബമ്പർ, GTI ഗ്രിൽ എന്നൊക്കെ പറഞ്ഞ് ആക്സറീസ് ആയിട്ട് കയറ്റിയിരുന്നവരെല്ലാവരും പിന്നെ ഷോറൂമിൽ പോയിട്ട് ഈ ബമ്പറും ഈ ഗ്രില്ലും മേടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലെത്തി. സോ നമ്മൾ ആ ഒരു ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് റിയലി നത്തിങ് വെരി ഡിഫറെൻറ്റ് ഫ്രം ദ ഫ്രണ്ട് ഓർ ദ റിയർ. ഈ ഹെഡ്ലൈറ്റ്സ് പിന്നെ വെൻറ്റോലും കാര്യങ്ങളിലെല്ലാം കൊടുത്തായിരുന്നു ഹൈ ലൈനിൽ, വിത്തൗട്ട് ദ റെഡ് ലൈൻ ഓഫ് കോഴ്സ്. ഈ റെഡ് ലൈൻ അഗൈൻ GTIൻ്റെ ഒരു ഹോൾമാർക്ക് ഫീച്ചറാണ്. മാർക്ക് 1 ഗോൾഫ് തൊട്ട് നോക്കിയാലും അതിൻ്റെ ഗ്രില്ലിൽ ഒരു റെഡ് സറൗണ്ട് ഉണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് ഹാസ് ബീൻ ക്യാരിഡ് ഓവർ ആസ് എ GTI ക്യാരക്ടറിസ്റ്റിക് ഓൾ ദിസ് ടൈം. ഒരു ഫോക്സ് വാഗൻ GTI കാണുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് കെയിം ഓൺലി ഇൻ 2 ഡോർ. ഇൻ്റർനാഷണലി ഇത് 3 ഡോറും 5 ഡോറും ആയിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ നമുക്ക് കിട്ടിയത് ഈ 2 or 3 ഡോർ വേർഷൻ എന്ന് പറയാം. വൈൽ പ്രാക്ടിക്കലി ഇറ്റ്സ് നോട്ട് ദ ബെസ്റ്റ് ഓപ്ഷൻ. എനിക്ക് തോന്നുന്നു ഈ വണ്ടി 2 ഡോർ ആയിട്ട് ഇറക്കിയതുകൊണ്ടാണ് ഇത്ര ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളത് ഇന്ത്യൻ മാർക്കറ്റിൽ. ആൾക്കാർക്ക് ഇതിപ്പോഴും ഒരു കൂൾ ഫാക്ടർ ഉള്ളത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. 2 ഡോർ എന്ന് പറയുമ്പോൾ ഈ ഡോർസ് ആർ മാസീവ്. നമ്മൾ ഡോറ് തുറക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പോയി ഇടിക്കാൻ പറ്റും. വലിയ പാർക്കിംഗ് ലോട്ടിൽ ടൈറ്റ് പാർക്കിങ്ങിലൊക്കെ കൊണ്ടിടുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെയാണ്. പക്ഷേ ശരിക്കും ഈ ഗ്ലാസ് ഇസ് ജസ്റ്റ് മാസീവ്. നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ഒരു ട്രെയിനിലൊക്കെ ഇരുന്ന് പോകുന്ന ഒരു ഫീലിംഗ് ആണ്. UV കട്ട് ഗ്ലാസ്സസ് എല്ലായിടത്തും ഉണ്ട്. സോ ദാറ്റ് മേക്സ് ദ ഇൻറ്റീരിയർ എ വെരി കൂൾ പ്ലേസ്. പക്ഷേ അതല്ലാണ്ട് യു ഹാവ് സ്ലൈറ്റ്ലി അപ്സൈസ്ഡ് റിംസ്. 16 ഇഞ്ച് റിംസാണ് വന്നിരിക്കുന്നത് ഈ വണ്ടിക്ക്. ഇൻ്റർനാഷണൽ വണ്ടികൾക്ക് 17 ഇഞ്ച് റിംസ് ആയിരുന്നു. പിന്നെ അങ്ങനെ ചെറിയ ചെറിയ കുറച്ച് മാറ്റങ്ങൾ ഇൻ്റർനാഷണൽ വണ്ടിയിൽ നിന്ന് വന്നിട്ടുണ്ട് ടു മേക്ക് ഇറ്റ് എ മോർ പ്രാക്ടിക്കൽ ഡെയിലി ഡ്രൈവർ. കാരണം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു USPയും അതാണ്. ദിസ് ക്യാൻ ബി യുവർ ഓൺലി കാർ, ദിസ് ക്യാൻ ബി യുവർ സ്പോർട്സ് കാർ, യുവർ ഫാമിലി കാർ, യുവർ എക്സിക്യൂട്ടീവ് കാർ എല്ലാം. നമ്മളിതിനെ ഏറ്റവും കൂടുതൽ കമ്പയർ ചെയ്യുന്നത് ആ സമയത്ത് മിനി കൂപ്പറായിട്ടായിരുന്നു. പക്ഷേ ഐ ഫീൽ വൈൽ ദ ഓൺ പേപ്പർ ഫോമിലെല്ലാം സെയിം ആണെങ്കിലും ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് കാർ. നമുക്ക് ദിസ് ഇസ് എ മോർ സീരിയസ്, മോർ എവറി ഡേ യൂസബിൾ എക്സിക്യൂട്ടീവ് കാർ. വേറാസ് ദ മിനി ഈസ് ജസ്റ്റ് ഫൺ ആൻഡ് ഇറ്റ് ലുക്ക് അറ്റ് മീ എന്ന് പറഞ്ഞൊരു ആറ്റിറ്റ്യൂഡിലുള്ളൊരു വണ്ടിയാണ്. ബോത്ത് ആർ വെരി ഡിഫറെൻറ്റ്, ഗുഡ് ഇൻ ദെയർ ഓൺ വേസ് ബട്ട് വെരി ഡിഫറെൻറ്റ്. നമുക്ക് എക്സ്റ്റേണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പോട്ടെ, നമുക്ക് വാട്ട് മേക്സ് ദ GTI എ GTI ഇസ് ദ ഹാർട്ട് ഓഫ് ദ കാർ.
ഈ വണ്ടിയിൽ വന്നിരിക്കുന്ന ഇസ് ദ EA888 1.8 ലിറ്റർ തേർഡ് ജനറേഷൻ എഞ്ചിനാണിത്. ഈ എഞ്ചിൻ നമുക്ക് ലോറയിലും അങ്ങനെ കുറേ വണ്ടികളിൽ ഇതിൻ്റെ പല വേർഷൻസും വന്നിട്ടുണ്ട്. പക്ഷേ ഈ വണ്ടിയിൽ വന്നിരിക്കുന്ന ഇസ് എ വെരി പൊട്ടൻറ്റ് വേർഷൻ. സോ ദിസ് ഇസ് എ 1.8 ലിറ്റർ ടർബോ ചാർജ്ഡ് എഞ്ചിനാണ് വരുന്നത്. ആൻഡ് ദിസ് മേക്സ് 192 ഹോഴ്സ് പവർ ഇൻ ഇറ്റ്സ് GTI trim in India. 192 horse power, the way it delivers that is really nice. കാര്യം ഫോക്സ്വാഗൻ്റെ നമുക്കറിയാം ഈ 1.8 2 ലിറ്റർ എൻജിൻസ് ഒരു ലോഡ് ആപ്ലിക്കേഷനിൽ വന്നിട്ടുണ്ട്. ആൻഡ് ഓൾ ഓഫ് ദീസ് എൻജിൻസ് ഹാവ് സം മൈനർ ഡിഫറൻസസ് ഇൻ ദം. നമ്മൾ പറയുമ്പോൾ ഫണ്ടമെൻ്റലി സെയിം ആണെങ്കിലും അതിൻ്റെ ട്യൂണിലും അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചെറിയ കോമ്പണൻസിലും പല കാര്യങ്ങളിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ആൻഡ് ഇത് അതിൻ്റെ ഏറ്റവും പീക്ക് അഗ്രസീവ് ട്യൂണിലാണ് ഫ്രം ദ ഫാക്ടറി അവർ വിട്ടിരിക്കുന്നത്. Internationally, ഈ വണ്ടി is available with a 6-speed manual gearbox or a 7-speed DSG. ഇന്ത്യയിൽ നമുക്ക് കിട്ടിയത് is the 7-speed DSG car. And ഒരു കണക്കിന് ഇറ്റ്സ് എ മോർ പ്രാക്ടിക്കൽ ഓപ്ഷൻ. നമുക്ക് ഹാർഡ് കോർ എന്തൂസിയാസ്റ്റിന് ഈ വണ്ടി മാനുവൽ തന്നെ വേണമെന്ന് പറയുമെങ്കിലും പക്ഷെ എന്നാൽ ഒരു ഹ്യൂജ് സെക്ഷൻ ഓഫ് ഇറ്റ്സ് കസ്റ്റമേഴ്സ് ഇതൊരു ഹാർഡ് കോർ ട്രാക്ക് കാറായിട്ടോ അങ്ങനെയൊന്നും മേടിച്ചതല്ല. ഇതൊരു ഡെയിലി ഡ്രൈവർ എന്നും ഓടിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു വണ്ടിയായിട്ടാണ് മേടിച്ചത്. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും ഓട്ടോമാറ്റിക്കാണ് പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് ഓട്ടോമാറ്റിക് ഡ്യൂട്ടീസ് ആർ ഡൺ ബൈ ദ DQ200 ഗിയർ ബോക്സ്. നമ്മുടെ ഇന്ത്യയിൽ കുറച്ച് നൊട്ടോറിയസ് ആണ് ഈ ഗിയർ ബോക്സ്, ബട്ട് ഇറ്റ്സ് ഫൺ. ഇന്ത്യയിൽ ഈ ഗിയർ ബോക്സിന് കുറച്ച് ആൾക്കാർക്കൊരു പേടിയുണ്ട്. കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളോ TSIയിലും പല വണ്ടികളിലും ഇതിന് ഒരു DSG ഫെയിലിയേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ദെൻ അഗൈൻ ഡ്രൈ ക്ലച്ച് DSG ആണ്. അപ്പോൾ അതുകൊണ്ട് സിറ്റിക്കകത്ത് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചൊക്കെ ഓടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ ക്ലച്ച് ലൈഫും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇത് വന്ന സമയത്ത് DSG ഒരു ഏലിയൻ ഇതായിരുന്നു, DSG ഫെയിലിയേഴ്സും കാര്യങ്ങളും. പക്ഷേ ഇപ്പോൾ കുറേ വണ്ടികൾക്ക് ഈ ഗിയർ ബോക്സുകളും വന്നു, ഡ്രൈ ക്ലച്ച് പല മാനുഫാക്ചറേഴ്സും ഇറക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുവിധം യൂറോപ്യൻ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഏതൊരു വർക്ക്ഷോപ്പിനും ഇപ്പോൾ DSGയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാറുണ്ട്. സോ ദാറ്റ് ഈസ് നോട്ട് എ ഹ്യൂജ് പ്രോബ്ലം ടു ഡീൽ വിത്ത് നൗ. പക്ഷേ ഓക്കെ, ഇതൊക്കെ കുറേ സ്പെക്സും കാര്യങ്ങളൊക്കെയാണ്. ബട്ട് വാട്ട് ഡസ് ഇറ്റ് ഫീൽ ലൈക്ക്? ഡസ് ഇറ്റ് ഫീൽ സ്പെഷ്യൽ? ഡസ് ഇറ്റ് ജസ്റ്റ് ഫീൽ ലൈക്ക് എ റെഗുലർ പോളോ വിത്ത് മോർ പവർ? അപ്പോൾ ഞാനും ആദ്യം വിചാരിച്ചത് ഇറ്റ് ഫീൽസ് ലൈക്ക് എ റെഗുലർ പോളോ വിത്ത് മോർ പവർ എന്നാണ്. പക്ഷേ എന്നാൽ ഇത് കുറച്ച് നമ്മൾ ഓടിച്ച് കഴിയുമ്പോഴേക്കും മനസ്സിലാവും ദാറ്റ് ദിസ് ഇസ് ആക്ച്വലി എ വെരി ഡിഫറെൻറ്റ് കാർ. ഇത് വൈൽ ദ സ്റ്റൈലിംഗ് ആൻഡ് എവറിത്തിങ് ഈസ് പോളോ. GTI ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ എൻറ്റയർ ദ ഷാസി സ്റ്റിഫ്നെസ് ആൻഡ് ബോഡിയും കാര്യങ്ങളും എല്ലാം ഇസ് വെരി ഡിഫറെൻറ്റ് ഫ്രം എ റെഗുലർ നോർമൽ ഗാർഡൻ വെറൈറ്റി പോളോസ്. വണ്ടി നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഡോർ അടയ്ക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ് ആക്ച്വലി ഫീൽസ് വേ മോർ സോളിഡ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിൽ ആദ്യം വന്ന പോളോകളൊക്കെ കുറേം കൂടെ സോളിഡ് ആയിരുന്നു. വർഷങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് വരുന്നതോടും അത് കൂടുതൽ ആ ഒരു മാരുതി ലൈനിലോട്ട് അവർ കൊണ്ടുപോയായിരുന്നു. ബട്ട് ദിസ് കാർ ഫീൽസ് റിയലി നൈസ്. ഇറ്റ് ഫീൽസ് റിയലി യൂറോപ്യൻ. നമ്മൾ അകത്ത് കയറി ഇരിക്കുമ്പോൾ തന്നെ ഓൾ യുവർ ടച്ച് പോയിൻറ്റ്സ് വൈൽ ദേ ലുക്ക് ഐഡൻറ്റിക്കൽ ടു എ റെഗുലർ പോളോ, ദേ നോട്ട് ഐഡൻറ്റിക്കൽ. ഈ ഡാഷ് ഡിസൈനൊക്കെ സെയിം ആണ് സാധാരണ പോളോ ആയിട്ട്. പക്ഷേ ഇതെല്ലാം സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ആണ്. ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ വിത്ത് ദ GTI ബാഡ്ജ് ആൻഡ് നൈസ് ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷ് ഉണ്ട്. ഡാഷിനകത്താണെങ്കിലും ഓൾ ദ മെറ്റീരിയൽസ്, ഓൾ ദ സ്വിച്ചസ്, ദേ ലുക്ക് ഐഡൻറ്റിക്കൽ ബട്ട് ദേ ആർ വെരി ഡിഫറെൻറ്റ് ഇൻ ടച്ച് ആൻഡ് ഫീൽ ടു എ റെഗുലർ പോളോ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയറിൽ ദ സീറ്റ്സ് ദേ ആർ എപ്പിക്, ഒന്നും പറയാനില്ല. ഈ ഒരു സൈഡ് ബോൾസ്റ്റേഴ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ഇറ്റ് റിയലി ഹഗ്സ് യു ഇൻ പ്ലേസ്. ഞാൻ ഇനീഷ്യലി വണ്ടി ഇരുന്നപ്പോൾ ആദ്യം കുറച്ച് ഹാർഡാന്ന് തോന്നിയായിരുന്നു. പക്ഷേ എല്ലാ വണ്ടികളും കുറച്ച് ഓടിക്കഴിഞ്ഞപ്പോഴേക്കും ദേ ഹവ് സോഫ്റ്റൻഡ് അപ്പ് ജസ്റ്റ് ദ റൈറ്റ് എമൗണ്ട് ആൻഡ് ഇറ്റ് ഫീൽസ് അബ്സല്യൂട്ട്ലി പെർഫെക്റ്റ്. നമുക്ക് എൻ്റെ അണ്ടർ തൈ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഭയങ്കര നല്ലതാണ്. ഒരു വൈഡ് റേഞ്ച് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഹൈറ്റ് റിക്ലൈൻ എല്ലാം മൈന്യൂട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റും. ബട്ട് ദേ ആർ ഓൺലി മാനുവൽ, ഇലക്ട്രിക് അല്ല. അതൊരു പ്രശ്നമാണ്. ബട്ട് എനിവേസ് അതല്ലാണ്ട് ഇൻറ്റീരിയറിൽ ഡോർ പാഡ്സും കാര്യങ്ങളെല്ലാം വെരി പെർഫെക്റ്റ്ലി പൊസിഷൻഡ് ആണ്. ദേ ഹാവ് നൈസ് ഫാബ്രിക് എവറിവെയർ. സോ ഇൻറ്റീരിയർ ഇസ് ആക്ച്വലി എ റിയലി നൈസ് പ്ലേസ് ടു ബി ഇൻ. ബട്ട് ഇൻറ്റീരിയറിൽ നമുക്ക് കയറുമ്പോൾ നമുക്ക് യു കാൺട്ട് ഹെൽപ്പ് ഫീലിംഗ് എ ലിറ്റിൽ ഷോർട്ട് ചേഞ്ച്ഡ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ GTIൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണലി ഭയങ്കര ഒരു കസ്റ്റമൈസബിൾ കാറാണ്. എല്ലാം ഇതിന് ഓപ്ഷൻസും കാര്യങ്ങളുമാണ്. യു ഹാവ് എ ഗസിലിയൻ ഓപ്ഷൻസ് ഫോർ GTIs ഇൻ ഓൾ മാർക്കറ്റ്സ്. പക്ഷേ ഇന്ത്യയിലോട്ട് അവർ കൊണ്ടുവന്നത് ഒരേ ഒരു സ്പെക്കിലാണ് ഈ GTI കൊണ്ടുവന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദിസ് കാർ യു സി. നമുക്ക് ഇനീഷ്യലി ഈ വണ്ടി ഓട്ടോ എക്സ്പോയ്ക്ക് കാണിച്ചപ്പോൾ ആ വണ്ടിക്ക് 17-inch വീൽസും പാൻഡ്രോമിക് റൂഫും ഹൈ എൻഡ് ഓഡിയോയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും
കോസ്റ്റ് കുറയ്ക്കാനാണോ എന്ന് അറിയില്ല. കാര്യം അവർ കോസ്റ്റ് ഒന്നും പ്രത്യേകിച്ച് കുറച്ചില്ല. അവർ സൺ റൂഫ് കട്ട് ചെയ്തു, 17 ഇഞ്ച് വീൽസ് കട്ട് ചെയ്തു. ദാറ്റ്സ് ഓക്കെ. കാര്യം ഇന്ത്യൻ റോഡ്സിന് 16 ഇഞ്ച് മേഡ് ലോട്ട് മോർ സെൻസ്. വേറെ കുറേ സാധനങ്ങൾ കട്ട് ചെയ്തു. റിവേഴ്സ് ക്യാമറ ഇല്ല, ഒരു ഓട്ടോമാറ്റിക് ഡേ നൈറ്റ് മിറർ ഇല്ല, സെൻറ്റർ ആംറെസ്റ്റ്, പവർ ഫോൾഡ് മിറേഴ്സ്, ഇങ്ങനെ കുറേ സാധനങ്ങൾ അവർ കട്ട് ചെയ്തു. സോ യു എൻഡ് അപ്പ് ഫീലിംഗ് ഇതൊക്കെ ഇത്രയും പൈസ കൊടുത്ത് മേടിക്കുമ്പോൾ ഈ സാധനങ്ങളൊന്നും ഇല്ലാത്തത് എന്താണെന്ന്. ആൻഡ് അത് ഏറ്റവും കൂടുതൽ ആ ഫീലിംഗ് അഗ്രിവേറ്റ് ചെയ്ത് എന്താണെന്ന് പറഞ്ഞാൽ, ആ സമയത്ത് ആണ് ഒക്ടേവിയ RS ഇറങ്ങിയത്. RS 230 വാസ് ഫുള്ളി ലോഡഡ്. ഫീൽ ഗുഡ് ഫാക്ടർ വാസ് ഇൻസെയിൻ. അതുകൊണ്ട് തന്നെ പീപ്പിൾ ഫെൽറ്റ് എ ലിറ്റിൽ ഷോർട്ട് ചേഞ്ച്ഡ് വൈൽ ബൈയിങ് ദിസ് കാർ. സോ നമ്മൾ ഇത്രയും കേട്ട് കഴിയുമ്പോഴേക്കും ആലോചിക്കും, എന്തിനാണ് ആൾക്കാർ ഈ വണ്ടി വാങ്ങിച്ചത്? എക്വിപ്മെൻറ്റ് കുറവായിരുന്നു, പ്രൈസ് കൂടുതലായിരുന്നു, കാണാൻ സാധാരണ പോളോയിൽ നിന്ന് വലിയ വ്യത്യാസമില്ല, ലിമിറ്റഡ് നമ്പറേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് സർവീസൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയാത്ത സ്ഥിതിക്ക് why would they buy it? People bought it because of this. This is just mind-blowing. You put the car into sport mode and it transforms immediately. അത്ര നേരം ഡ്രൈവ് മോഡിൽ ഇതൊരു ഡെയിലി ഡ്രൈവർ, നല്ലൊരു കമ്മ്യൂട്ട് കാറായിട്ടിരിക്കുന്ന ഈ വണ്ടി, the moment you put it in sport mode, it just transforms into something completely different. നമ്മൾ സ്പോട്ട് ഇട്ട് കഴിയുമ്പോഴേക്കും the car becomes a completely different beast. എനിക്ക് ഒന്നും പറയാനില്ല. The gear shifts become more aggressive, ട്യൂൺ കുറച്ചുകൂടെ ഇതാവും, കുറച്ചുകൂടെ പൊട്ടൻറ്റ് പവർ ഡെലിവറി ആവും, അറ്റം വരെ ഗിയർ ഹോൾഡ് ചെയ്യും, എക്സോസ്റ്റ് നോട്ട് മാറും, ആൻഡ് ഇറ്റ് ജസ്റ്റ് ട്രാൻസ്ഫോംസ് ഇൻ ടു സംതിങ് സോ മാജിക്കൽ. അപ്പോഴാണ് നമുക്ക് ശരിക്കും ഇതിൻ്റെ മനസ്സിലാവുന്നത് ദാറ്റ് what this stiffened chassis does and what the sportier suspension does. It's just a completely different car. ആൻഡ് ആ ഒരു ഡോക്ടർ ജെക്കിൽ ആൻഡ് മിസ്റ്റർ ഹൈഡ് ക്യാരക്ടറാണ് എപ്പോഴും ഈ GTIസിനെ ഒരു ഐഡൻറ്റിഫൈ ചെയ്തിരുന്നത്. നമുക്ക് ഫോക്സ് വാഗൻ ആ സമയത്ത് പറയുന്നത് ഇസ് ദാറ്റ് ഇറ്റ്സ് എ കാർ വിച്ച് യു ക്യാൻ ബേസിക്കലി race on Sunday and take it to work on Monday. And even you don't need to take it to track. Every single trip നമ്മുടെ ഒരു ഡെയിലി കമ്മ്യൂട്ടിലുള്ള ചെറിയ ബേഴ്സ് ഓഫ് ആക്സിലറേഷൻ, ചെറിയ ഒരു ഓപ്പൺ റോഡ് കിട്ടുമ്പോൾ നമുക്ക് അവിടെ പൊളിക്കാൻ പറ്റുന്നത്, or you're taking it up a nice winding stretch, it really, I don't know, it's so nice to drive. Yeah. ഇത് ആക്ച്വലി ഈ റിവ്യൂ തുടക്കം തൊട്ടേ സ്പോട്ടിലിട്ട് തുടങ്ങിയിരുന്നെങ്കിൽ ഞാൻ കുറേ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇത് മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് അഡിക്റ്റീവ്. ആ ഒരു DSG ഫാർട്സും അതേപോലെ ലൈറ്റ്നിങ് ക്വിക്ക് ട്രാൻസ്മിഷൻ, സ്റ്റിയറിംഗ് കുറച്ചൊരു ടിപ്പിക്കൽ ഫോക്സ് വാഗൻ ഫീൽ തന്നെയാണ്. പക്ഷേ വൺസ് യു ഗെറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ആ ഒരു കുറച്ചൊരു വീഡിയോ ഗെയിം ഈ ഫീല് നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് റിയലി നൈസ്. സാധാരണ പോളോ ഇത് ആക്ച്വലി സാധാരണ പോളോ നമുക്ക് എങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്താലും GTI ആവുന്ന ആരെങ്കിലും വിചാരിക്കുകയാണെങ്കിൽ നോ, ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് കാർ. ഇറ്റ്സ് ജസ്റ്റ് അമേസിങ്. ആൻഡ് ഇന്ത്യയിൽ നമുക്ക് ഇതുപോലത്തെ ഒരു സാധനം ഇനി കിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. You can just do this all day playing with these paddles. The steering is lovely to hold, the seats are gripping you very well. So all together നമുക്ക് അങ്ങനെ നോക്കി കഴിയുമ്പോഴേക്കും നമ്മൾ സാധാരണ ഒരു സ്പോർട്സ് കാർ പോലെ നമുക്കിത് പൊളിക്കാൻ വേണ്ടി ഇറങ്ങണം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഔട്ട് ഓഫ് ടൗൺ പോയിട്ട് പൊളിക്കണം, അങ്ങനത്തെ ഒരു വണ്ടിയല്ല ഇത്. ഇത് നമുക്ക് ഡെയിലി കമ്മ്യൂട്ടിൻ്റെ ഇടയിൽ കിട്ടുന്ന ചെറിയ ചെറിയ ഗ്യാപ്പിൽ നമുക്ക് ശരിക്കും ഒന്ന് ചവിട്ടി പൊളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ഫൺ ഡെയിലി കാറായിട്ട് തന്നെ നമുക്ക് കണക്കാക്കണം. നമ്മൾ പിന്നെ ഈ റിവ്യൂവിൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഇതിൻ്റെ മാർക്കറ്റിൻ്റെ കാര്യം. അതാണ് ആക്ച്വലി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഒരു പോയിൻറ്റ്. ഈ വണ്ടി ഇറങ്ങിയപ്പോൾ ആർക്കും വേണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ഡിസ്കൗണ്ട് കൊടുത്തപ്പോൾ കുറച്ച് പേര് വാങ്ങിച്ചു, ഭയങ്കര ഡിസ്കൗണ്ട് കൊടുത്തപ്പോൾ എല്ലാവരും വാങ്ങിച്ചു. അപ്പോൾ അതോടെ പക്ഷേ നമ്മളെല്ലാം വിചാരിക്കുന്ന സാധാരണ ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഡിസ്കൗണ്ടഡ് കാർ എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും അത് ഒരിക്കൽ ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരിക്കലും പിന്നെ ഒരു തിരിച്ചു വരവില്ല. നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ജിംനിയുടെ കഥ പറയുകയാണെങ്കിൽ തന്നെ കുറച്ച് ഇപ്പോൾ എല്ലാവരും ജിംനി മേടിക്കണമെങ്കിൽ എപ്പോഴാണ് ഡിസ്കൗണ്ട് വരുന്നത്, അല്ലെങ്കിൽ ആദ്യം മേടിച്ച ആൾക്കാർ 20 ലക്ഷം രൂപയ്ക്കും 19 ലക്ഷം രൂപയ്ക്കും മേടിച്ച ആൾക്കാർ ഇപ്പോൾ കൊടുക്കാൻ നോക്കി കഴിയുമ്പോഴേക്കും അവർക്ക് അതിൻ്റെ പകുതി വില പോലും ആൾക്കാർ ഓഫർ ചെയ്യുന്നില്ല. വേറെ ദ GTI
വണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും വിചാരിച്ചു ഓക്കെ ഇനി അവർ ഗോൾഫ് GTI ഇറക്കുമായിരിക്കും, അല്ലെങ്കിൽ വേറെ വല്ല അതിൻ്റെ സ്പോർട്ടീവ് വേർഷൻസൊക്കെ ഇറങ്ങും, അടുത്ത പോളോ വരും, ഇങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന ഒരു മാർക്കറ്റിലൊരു ലള്ളുണ്ടായിരുന്ന ടൈം ഉണ്ടായിരുന്നു. വെൻ പീപ്പിൾ വർ സെല്ലിങ് ദീസ് ഫോർ 10, 11, 12 lakhs, 13 lakhs ആൾക്കാർ വിറ്റിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. കാര്യം അവർക്കും വലിയ കുഴപ്പമില്ല, കാര്യം 20 ലക്ഷം രൂപയ്ക്ക് മേടിച്ച വണ്ടിയാണ്, അപ്പോൾ കുറച്ചാൾ ഉപയോഗിച്ചു, ഈ വിലയ്ക്ക് കൊടുക്കുന്നു, ഫൈൻ. പക്ഷേ എന്നാൽ ആൾക്കാർ ഇതിൻ്റെ ഈ പറഞ്ഞ കേപ്പബിലിറ്റിയും അതേപോലെ ഇതിൻ്റെ മോഡ് പൊട്ടൻഷ്യലും മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും മാർക്കറ്റ് ജസ്റ്റ് skyrocketed. VAG car enthusiasts are on another level on how much they spend on these cars, and ആൾക്കാർക്ക് മനസ്സിലായി that the GTI is a great platform to build some mad project cars. അതോടെ ഈ പറഞ്ഞ 12-13 ലക്ഷം രൂപ ഉണ്ടായിരുന്ന GTI എല്ലാം പതുക്കെ 20 ലക്ഷം രൂപയായി, 22 ലക്ഷം രൂപയായി. ഇപ്പോൾ ഐ എം സീയിങ് കാർസ് ഫോർ 26-27 lakhs. ഫോക്സ് വാഗൻ ആലോചിക്കണ്ട, പുതിയ വണ്ടി നമ്മളെ കൊണ്ട് ഈ വിലയ്ക്ക് വിൽക്കാൻ പറ്റിയില്ല. ഇവർ 8 കൊല്ലം 7 കൊല്ലം ഓടിച്ച് കഴിഞ്ഞിട്ട് ഈ വിലയ്ക്ക് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്. പക്ഷേ എന്നാൽ ദാറ്റ് ഇസ് എന്താ പറയുക, ഒരു ലേറ്റ് റിയലൈസേഷൻ. കണ്ണുള്ളപ്പോൾ അതിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു സാഹചര്യമാണത്. ഇത് ഇനീഷ്യലി അവർ ആ ഒരു പ്രൈസിങ്ങിൽ കൊണ്ട് കുളവാക്കി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ മാർക്കറ്റ് അതിന് ആ സമയത്ത് അതിന് വേണ്ട അംഗീകാരം കൊടുത്തില്ല. പക്ഷേ ഇത് യൂസ് കാർ മാർക്കറ്റിലോട്ട് വരികയും അതേപോലെ കുറച്ചും കൂടെ യങ്ങർ മോർ എന്തൂസിയാസ്റ്റിക് ബയേഴ്സിൻ്റെ കയ്യിൽ വണ്ടി എത്തി കഴിഞ്ഞപ്പോഴേക്കും ആണ് ഇതിൻ്റെ ശരിക്കും പൊട്ടൻഷ്യൽ മനസ്സിലാക്കാൻ തുടങ്ങിയത്. സോ നമ്മളിപ്പോൾ മോഡ് പൊട്ടൻഷ്യലിൻ്റെ കാര്യം പറഞ്ഞല്ലോ. മോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് ഇറ്റ്സ് ആക്ച്വലി ഇൻഫിനിറ്റ്. ഇപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ഒരു പലവർക്കും പേടിയുള്ള ഒരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ് ദ DSG ഗിയർ ബോക്സ്, ദ DQ200 ഡ്രൈ ക്ലച്ച് ഗിയർ ബോക്സ്. ഇതിൻ്റെ മാക്സ് പീക്ക് ടോർക്ക് വാല്യൂ തന്നെയാണ് ഈ വണ്ടി ട്യൂൺ ചെയ്ത് വിട്ടിരിക്കുന്നത്. പക്ഷേ എന്നാൽ ഇത് കുറച്ചുകൂടി നമുക്ക് പവർ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴും ടർബോ സ്വാപ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ തോന്നാറുണ്ട്. പീപ്പിൾ ആർ ഡൂയിങ് ഓൾ സോർട്സ് ഓഫ് കൺവേർഷൻസ്. ഇതിന് DQ250 6 സ്പീഡ് വെറ്റ് ക്ലച്ച് ട്രാൻസ്മിഷനിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. പലവരും ഈ വണ്ടി മാനുവൽ ആക്കുന്നുണ്ട്, പലവരും ഈ വണ്ടി 4-wheel ഡ്രൈവ് ആക്കുന്നുണ്ട്. ദർ ആർ ടർബോ അപ്ഗ്രേഡ്സ്. ഒക്ടേവിയയുടെ ടർബോ ഇടുന്നു, അതിന് സ്റ്റേജ് 3 ടർബോസ് ഇടുന്നു, ക്ലച്ചസ് അപ്ഗ്രേഡ് ചെയ്യുന്നു. ഇതിന് ഓൾറെഡി XDS ഇലക്ട്രോണിക് ഫ്രണ്ട് ഡിഫറൻഷ്യലാണ് വരുന്നത്, അതിന് അപ്ഗ്രേഡ്സ് ചെയ്യുന്നു. സോ ദർ ഇസ് എ ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ ദാറ്റ് യു ക്യാൻ ഡു ടു ദിസ് കാർ. പീപ്പിൾ ആർ പുഷിങ് അപ്പ് 300-400 horse power on GTIs now. ആൻഡ് ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇറ്റ് ബ്രിങ്സ് us to the most important part of the review. Should you buy one? Can you buy one? So should you buy one എന്നുള്ളൊരു ചോദ്യം, ദിസ് ഇസ് അഗൈൻ എ കാർ ദറ്റ് നീഡ്സ് സം കമ്മിറ്റ്മെൻറ്റ്. നമുക്ക് ഇന്ത്യയിൽ ഒരു 2-door കാർ ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ അത് ഇറ്റ്സ് നോട്ട് ദ മോസ്റ്റ് പ്രാക്ടിക്കൽ തിങ് അറൗണ്ട്. പക്ഷേ നമ്മളൊരു മിനി കൂപ്പറോ അങ്ങനത്തെ ഒരു വണ്ടി വെച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് ആക്ച്വലി സ്റ്റിൽ എ വെരി പ്രാക്ടിക്കൽ കാർ. നല്ലൊരു ബൂട്ട് സ്പേസ് ഉണ്ട്. 2-door ആണെങ്കിൽ പോലും റിയർ സീറ്റിൽ കയറാനായിട്ട് നമുക്ക് ഈ സീറ്റ് മടക്കിയാൽ മതി. അത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്ത് ആക്ച്വലി നമ്മുടെ സാധാരണ 4-door പോളോനേക്കാളും കുറച്ചുകൂടെ സുഖമാണ് ഇതിൻ്റെ ബാക്കിൽ ഇരിക്കാനായിട്ട്. കുറച്ചുകൂടെ സ്പേസ് ഉണ്ട്, കൈ വയ്ക്കാൻ നല്ല സ്ഥലമുണ്ട്. സോ if you ask me, I'd rather sit behind this than a 4-door Polo. But if you really ask me, I'd rather sit in this seat and drive this car rather than sit behind it. പക്ഷേ എങ്കിലും ഒരു നല്ലൊരു ഫൺ യങ് ഫാമിലിക്ക് ഒരു പ്രാക്ടിക്കൽ ഡെയിലി കാറായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്. നമ്മൾ പിന്നെ നോക്കുകയാണെങ്കിൽ മോഡ് പൊട്ടൻഷ്യലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ് ടു ഫൈൻഡ് എ ഗുഡ് കാർ. നല്ല വണ്ടികൾ സത്യം പറഞ്ഞാൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മോസ്റ്റ് ഓഫ് ദ കാർസ് ഹാവ് ബീൻ റേസ്ഡ്, അബ്യൂസ്ഡ്, എക്സ്ട്രീംലി അഗ്രസീവ്ലി ട്യൂൺഡ്. അങ്ങനത്തെ വണ്ടിയൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് പൈസ കയ്യിൽ വെക്കണം. കാര്യം ഈ സാധനങ്ങളെല്ലാം ഇറ്റ്സ് എ സ്മോൾ ഫ്രണ്ട് വീൽ ഡ്രൈവ് ഹാച്ച് ബാക്ക്. നമ്മൾ ഇതിനകത്ത് നിന്ന് 400 horse power 500 horse power ഒക്കെ പുള്ളി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും എൻജിൻ ലൈഫ് എഫക്റ്റഡ് ആയിരിക്കും. എൻജിൻ്റെ കാര്യം പറയുമ്പോൾ ഈ A888-ന് അതിൻ്റേതായ കുറച്ച് ക്യാരക്ടർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓയിൽ കുടിക്കും, അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ പോവും. സോ അതൊക്കെ ദാറ്റ് ഈസ് പാർട്ട് ഓഫ് അഗെയിൻ VAG കാർ ഓണർഷിപ്പ്. ട്രാൻസ്മിഷൻ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കുറച്ച് കാലം കംഫർട്ടബിളായിട്ട് ഓടിച്ച് നടക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് പൊട്ടും. ബട്ട് എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ തന്നെ ഇറ്റ്സ് നോട്ട് ഇമ്പോസിബിൾ ടു ഫിക്സ്, യു ക്യാൻ ഫിക്സ് ഇറ്റ്. പിന്നെ ഒരു സമാധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ 1.2 പോളോയ്ക്കും ഇതൊക്കെ പറ്റും. ഇത് മറ്റേ GTIക്ക് മാത്രം പറ്റുന്ന വലിയ വേൾഡ് പ്രശ്നമൊന്നുമല്ല. എല്ലാ ഡ്രൈ ക്ലച്ച് DSG ഈ DQ200-നും അതിന് പോകുന്ന പ്രശ്നമുണ്ട്. സോ ദാറ്റ്സ് ദാറ്റ്. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ കോസ്മെറ്റിക് പാർട്സ് ആണ്. കോസ്മെറ്റിക് പാർട്സ് അഗൈൻ ഇതൊരു ലിമിറ്റഡ് റൺ കാറാണ്. ഫോക്സ് വാഗൻ ആദ്യം 99 വണ്ടി എന്ന് പറഞ്ഞു, പിന്നെ നൈസായിട്ട് ആ ബാഡ്ജ് മാറ്റിയിട്ട് പിന്നെ ഒരു 100-150 വണ്ടിയും കൂടെ പിന്നെയും കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് കയ്യും കണക്കൊന്നുമില്ല.
അപ്പോൾ ബട്ട് ഇറ്റ്സ് സ്റ്റിൽ എ വെരി ലിമിറ്റഡ് നമ്പർ വെഹിക്കിൾ. അതുകൊണ്ട് തന്നെ പാർട്സും കാര്യങ്ങളും കുറച്ച് ബുദ്ധിമുട്ടാണ്. ചില പാർട്സ്, ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ സൈഡ് സ്കേർട്സ്, അതേപോലെ ഈ ബാക്കിലെ ഗ്ലാസ്, അങ്ങനത്തെ കോസ്മെറ്റിക് ആക്സിഡൻറ്റ് പാർട്സ് മൈറ്റ് ബി എ ലിറ്റിൽ ഡിഫിക്കൾട്ട് ടു ഫൈൻഡ്. ബട്ട് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ കാല് കൊടുക്കുമ്പോൾ പിന്നെയും യു ഫർഗെറ്റ് അബൌട്ട് ഓൾ ഓഫ് ദോസ് ഡിഫിക്കൽട്ടീസ്. ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് ഇത് പുതുതായിട്ട് മേടിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ടൈമായിരുന്നു. കാര്യം യു കുഡ് ഐദർ ബൈ ദി ഒക്ടേവിയ RS 230 ഓർ യു കുഡ് ബൈ ദിസ്. സോ അതൊരു ടഫ് കോളായിരുന്നു. കാര്യം ദാറ്റ്സ് എ മോർ വാട്ട് ഡു യു സേ ബെറ്റർ എക്വിപ്ഡ്, മോർ കംഫർട്ടബിൾ, റിച്ചർ ഫീലിംഗ് കാർ. ബട്ട് അതൊരു സെഡാനാണ്. അപ്പോഴും ഈ ഒരു പോയിന്റ് ആൻഡ് ഷൂട്ട് that you get on the GTI is completely different. അത് ഇൻട്രസ്റ്റിംഗ്ലി ഈ വണ്ടിയുടെ ഓണർ ഡിക്സൺ is a good friend of mine. So he actually bought an Octavia 230 and this ആ സമയത്ത്. Octavia 230 റീസെൻ്റ്ലി വരെ ഉണ്ടായിരുന്നു, which he upgraded to a GLA 45 later. അപ്പോൾ എന്തായാലും ഈ രണ്ട് വണ്ടികളും തമ്മിലുള്ള കമ്പാരിസൺ, അതുകൊണ്ട് ഞാൻ ഇത് തുടക്കം തൊട്ടേ ഈ രണ്ട് വണ്ടികളുടെ ഫൈനർ ഡിഫറൻസസ് കേട്ടാണ് ഐ ഗോട്ട് യൂസ് ടു ഇറ്റ്. കാര്യം രണ്ട് വണ്ടിക്കും ആക്ച്വലി അതിൻ്റേതായൊരു ഫങ്ഷൻ ഉണ്ട്. രണ്ട് വണ്ടിയും ആർ വെരി സിമിലർ ഇൻ മെനി വേസ്, ബട്ട് ദേ ആർ ഓൾസോ വെരി വെരി ഡിഫറെൻറ്റ് ഇൻ എവറിത്തിങ് എൽസ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻസിന് ആ കാലത്ത് കിട്ടിയ രണ്ട് അണ്ടർ അപ്രീഷിയേറ്റഡ്, നോട്ട് റിയലി അണ്ടർ അപ്രീഷിയേറ്റഡ് ഈ വണ്ടി മാത്രമാണ്. ഒക്ടേവിയ RS വാസ് നെവർ അണ്ടർ അപ്രീഷിയേറ്റഡ്. 245 ഒരു സെയിൽസ് ഡെഡ് ആയിരുന്നെങ്കിലും 230 അത്യാവശ്യം നല്ലോണം വിറ്റിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കളി ഫോക്സ് വാഗൻ ഗ്രൂപ്പിന് ഇടയ്ക്ക് ഉള്ളതാണ്. 245 കൊണ്ട് 45 ലക്ഷം രൂപയ്ക്ക് ഇറക്കി, ആരും വാങ്ങിച്ചില്ല. ഈ വണ്ടി 36 ലക്ഷം രൂപയ്ക്ക് ഇറക്കി, ആരും വാങ്ങിച്ചില്ല. ഇപ്പോൾ ഇനി ആൾക്കാർ ഇനി എങ്ങാനും നമ്മളവർ നന്നായോ എന്നുള്ളൊരു സംശയം തോന്നുന്നുണ്ടായിരുന്നെങ്കിൽ അവർ കൊണ്ട് നേരത്തെ ഇറക്കിയിരുന്ന അതേ സൂപ്പർബ് ഇപ്പോൾ ഒരു 25 ലക്ഷം രൂപ കൂട്ടിയിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതിനും 18 ലക്ഷം രൂപ ഡിസ്കൗണ്ടും കൊടുക്കുന്നുണ്ട്. സോ ദീസ് ആർ ജസ്റ്റ് ക്ലാസിക്കൽ ഫോക്സ് വാഗൻ ക്വർക്സ് വിച്ച് ദ ഇന്ത്യൻ മാർക്കറ്റ് ഗോട്ട്. നമുക്ക് GTAയുടെ ഡിസ്ട്രിബ്യൂഷൻ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വണ്ടികൾ പ്രൗഡ്ലി നമുക്ക് പറയാം കേരളത്തിലാണ് വന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഈ 100-200 വണ്ടികളിൽ 60 വണ്ടിയോളം കേരളത്തിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഏറ്റവും കൂടുതൽ വണ്ടി ഉള്ളത് കേരളത്തിൽ തന്നെയാണ്. നമ്മുടെ വെരി വൈബ്രൻറ്റ് ട്യൂണിങ് കൾച്ചർ ആൻഡ് എന്തൊക്കെ പറഞ്ഞാലും ബാക്കി പുറത്ത് പല സ്ഥലങ്ങളിലും വണ്ടി ഒരു ഷോ ഓഫിന് വേണ്ടി വാങ്ങിക്കുന്നതാണ്. വേറെ കേരളത്തിൽ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ബൈ ദ കാർ ടു എൻജോയ്. നമ്മുടെ ഈ ചെറിയ റോഡുകളും കാര്യങ്ങളെല്ലാത്തിലും ഈ വണ്ടി ആക്ച്വലി ഇസ് ക്വൈറ്റ് എ പോക്കറ്റ് റോക്കറ്റ്. എനിക്ക് പേഴ്സണലി ഐ ലൈക്ക് സ്മോൾ കാർസ് വിത്ത് ബിഗ് എൻജിൻസ്. നമുക്കധികം അങ്ങനത്തെ ഒരു ഫോർമുല കിട്ടിയിട്ടില്ല. ആൻഡ് ഇഫ് യു ആസ്ക് മീ, ദിസ് ഈസ് വൺ ഓഫ് ദ അൾട്ടിമേറ്റ് യൂസ്ഡ് കാർ ബൈസ്. ആൻഡ് ദെൻ അഗൈൻ ഒരു സെൻസിബിൾ പ്രൈസിൽ കിട്ടുക എന്നുണ്ടെങ്കിൽ ദർ ഇസ് നത്തിങ് ബെറ്റർ ടു ബൈ ദൻ ദിസ്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഫോക്സ് വാഗൻ GTIയുടെ ഒരു കഥയും അതേപോലെ അതിൻ്റെ ഒരു യൂസ് കാർ ബയേഴ്സ് ഗൈഡ്. ഇഫ് യു ഫൈൻഡ് എ ഗുഡ് വൺ യു ഷുഡ് ബൈ ഇറ്റ്. ഇത്രയും പറഞ്ഞ് ഞാൻ ലെറ്റ് മീ ഗെറ്റ് ബാക്ക് ടു മൈ ഡ്രൈവ്. നല്ലൊരു ഡ്രൈവാണിന്ന്. ഇറ്റ്സ് എ ഗുഡ് റോഡ്. എനിക്ക് ഈ ഒരു ഡ്രൈവ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ സീ യു ലേറ്റർ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഇൻ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായിട്ട് തോന്നുമെങ്കിൽ പ്ലീസ് ഡു ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ പ്ലീസ് ഡു കൺസിഡർ ക്ലിക്കിംഗ് ദ സബ്സ്ക്രൈബ് ബട്ടൺ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഇൻ ഗൈസ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ. റെക്കോർഡിംഗ് ഓഫ് ചെയ്യാൻ മറന്നുപോയി.